കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ പ്രധാന സ്റ്റേഷനുകളിൽ ഒന്നാണ് ഇടപ്പള്ളി. ഇടപ്പള്ളി സ്റ്റേഷനിൽ നിന്ന് ജലഗതാഗതത്തിനും KMRL പദ്ധതിയുണ്ട്. എന്നാൽ പദ്ധതി പ്രദേശത്തെ തോടിന്റെ പകുതി ഭാഗവും ഇപ്പോൾ കാണാനില്ല. കടമ്പറയാർ മുതൽ ചേരാനെല്ലൂർ വരെയുള്ള 10 കിലോമീറ്ററോളം വരുന്ന ഇടപ്പള്ളി തോടിന്റെ ഇരുകരകളിലുമാണ് വൻതോതിൽ കയ്യേറ്റം നടന്നിരിക്കുന്നത്. തോട് പലയിടത്തും നീർച്ചാലുകളായി ചുരുങ്ങിയിരിക്കുന്നു. പലയിടത്തും തോട് കയ്യേറി റോഡും ഫ്ളാറ്റുകളും നിർമ്മിച്ചതായി ആക്ഷേപമുണ്ട്. കയ്യേറിയ സ്ഥലം ചിലർ കൃഷിസ്ഥലമാക്കി മാറ്റി. ഫലത്തിൽ മെട്രോ പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്തിരിക്കുന്ന ജലഗതാഗതം നടക്കണമെങ്കിൽ വൻ കയ്യേറ്റങ്ങൾ തന്നെ ഒഴിപ്പിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാൻ MLA പറഞ്ഞ് തോടുകൾ നവീകരിക്കും, അതിന് 56 കോടി രൂപ ഞങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. ഈ തോട് എവിടെ നവീകരിക്കാൻ? ആദ്യം കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിപ്പിച്ചതിന് ശേഷമാണ് തോട് നവീകരിക്കാൻ ഇറങ്ങേണ്ടത്. ലുലു മാൾ ഇടപ്പള്ളി തോടിന് കുറുകെ പാലം നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചി നഗരസഭയുടെ അനുമതിയില്ലാതെയാണെന്ന് വിവരാവകാശം വഴി ലഭിച്ച രേഖകൾ തെളിയിക്കുന്നു. ഈ പാലം പണിഞ്ഞിരിക്കുന്നത് എറണാകുളം കോർപ്പറേഷൻ അതിന് അലൗഡ് കൊടുത്തില്ല. അതിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ആ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് തെളിയിക്കാം. ലുലു മാളിന്റെ ഭൂമിയിലും പരിസര പ്രദേശങ്ങളിലും ജില്ലാ ഭരണകൂടം നടത്താനിരുന്ന റീസർവേ മാറ്റിവച്ചിരുന്നു. അതേസമയം കൊച്ചി നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തോടിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളിൽ നിന്ന് മലിനജലം ഇടപ്പള്ളി തോടിലേക്ക് ഒഴുക്കിവിടുന്നതായും നാട്ടുകാർ പറയുന്നു. കളമശ്ശേരി നഗരസഭയുടെ 141 മുതൽ 144 വരെയും 149, 150, 154 എന്നീ സർവേ നമ്പറുകളിലുള്ള സ്ഥലത്താണ് കൂടുതൽ കയ്യേറ്റം നടന്നതായി ആരോപണം ഉയർന്നിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം JK അൻസാർ, മീഡിയ 1, കൊച്ചി.